ഹലോ! ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു ഉണ്ണിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ എന്തോ ചെയ്യാം, നമ്മുടെ പൊതിച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉണ്ണിയും തന്മയുണ്ട്. 2 പൊതിച്ചോറുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നേരെ ഞാൻ ആദ്യമേ ഇല അങ്ങ് വാട്ടി ചോറ് അതിനകത്തോട്ട് ഇട്ടു കേട്ടോ. ചോറിട്ടിട്ട് ഞാൻ നല്ലതായിട്ട് എന്തോ ചെയ്യുമെന്ന് വെച്ചാൽ അമക്കി ഫോൾഡ് ചെയ്യും. അപ്പോൾ നല്ലതായിട്ട് ഇല ഇങ്ങനെ അമക്കി വെക്കുമ്പം ആ ചോറാണെങ്കിൽ നല്ല അമങ്ങി ഒരു ഷേപ്പിനിരിക്കും. അപ്പം പിന്നെ നമുക്ക് ചോറിൻ്റെ മേളിലോട്ട് കറി വെക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഞാനെന്തോ ചെയ്തു, അത് ദാണ്ടെ തുറക്കുമ്പോൾ കണ്ടോ നല്ല ഷേപ്പിനിരിക്കുന്നത്. ഇത് ഞാൻ വെച്ചത് അമരയ്ക്ക തോരനാണ് കേട്ടോ. ഞാനിവിടെ തമാശയ്ക്ക് അമേരിക്ക എന്നൊക്കെ പറയും കേട്ടോ. അമരയ്ക്ക തോരനാണ് വെച്ചത്. ഉണ്ണിക്ക് അമരയ്ക്ക തോരനോട് വലിയ പിടുത്തം ഇല്ല. ഞാനതുകൊണ്ട് ഇച്ചിരി നല്ലോണം അരപ്പൊക്കെ തോനെയിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത്. അന്നേരം ചോറിൻ്റെ കൂടെ ഇളക്കി തിന്നുമ്പോൾ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മുടെ ചമ്മന്തി. പണ്ടൊക്കെ കല്ലേൽ അമ്മമാർ ചമ്മന്തി ഉരുട്ടിയിട്ട് ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമല്ലോ. അമ്മ എന്നെ സത്യം പറഞ്ഞാൽ പാചകം പഠിപ്പിച്ചപ്പം അരകല്ലേലായിരുന്നു എല്ലാം അരപ്പിക്കുന്നത്, തോരനും അവിയലിനും ഒക്കെ. അപ്പോൾ അന്നിങ്ങനെ ഉരുട്ടിയെടുത്തുകൊണ്ട് ഞാനിപ്പോൾ മിക്സിക്കകത്ത് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ മാങ്ങയച്ചാറ് വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ഞാൻ വിനാഗിരി ഒഴിക്കാറില്ല മാങ്ങയച്ചാറിനകത്ത്, കാരണം കുഞ്ഞിനൂടി കഴിക്കണ്ടതാണല്ലോ എന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ അത് കട്ടിയായിട്ടിരിക്കുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതായതുകൊണ്ട്. പിന്നെ നമ്മുടെ കത്തിരിക്ക ഫ്രൈ. കത്തിരിക്ക എന്തോന്ന് വെച്ചാൽ ഇങ്ങനെ വട്ടത്തി അരിഞ്ഞിട്ട് ഇത് വെജിറ്റേറിയൻ പൊതിച്ചോറാട്ടോ. ഇതിനകത്ത് മീനും മുട്ടയും ഒന്നുമില്ല. അപ്പോൾ അതിന് പകരം കത്തിരിക്ക ഞാൻ എന്തോ ചെയ്തു, മീൻ വറക്കുന്നതിൻ്റെ അതേ മസാലപ്പൊടികൾ ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി ലേശം കുരുമുളക് കൂടി ഇട്ടിട്ട് വറുത്തെടുത്ത്. പിന്നെ ഉള്ളത് സോയാബീൻ. വെജിറ്റേറിയൻ കാരണം എനിക്കൊക്കെ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഒഴുകുന്ന കേട്ടോ. ഇപ്പം ഞാനാ കഴിച്ചെങ്കിലും പക്ഷേ ഇപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. പിന്നെ സോയാബീനും ഇതേ മസാലകൾ തന്നെ. പിന്നെ ഒരു ലേശം ഗരം മസാല ഇടും. അപ്പം സോയാബീൻ കൂടി വെച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വെജിറ്റേറിയൻ പൊതിച്ചോറിനകത്തെ വിഭവങ്ങൾ കേട്ടോ. ഞാൻ ഒന്ന് കാണിക്കാം എങ്ങനെയാണെന്ന്. നമുക്ക് ചമ്മന്തി, നമ്മുടെ മാങ്ങയച്ചാറ്, അമരയ്ക്ക തോരൻ, കത്തിരിക്ക മെഴുക്കുവരട്ടി, സോയാബീൻ. ഇനി ഞാനിത് എന്തോന്ന് വെച്ചാൽ നല്ലോണം മടക്കിയെടുത്തു ഇല. എന്നിട്ട് നേരെ പേപ്പറിനകത്തോട്ട് വെച്ച് പൊതിയും കേട്ടോ. ഒറ്റ ഷീറ്റ്, ഈ കുഞ്ഞു ഷീറ്റ് പേപ്പറിനകത്ത് അമ്മ ഇങ്ങനെ പൊതിയുന്നത് ഞാൻ കണ്ടുകൊണ്ട് ഈ ഒരു ഷീറ്റിനകത്ത്. പക്ഷേ എനിക്ക് ഇച്ചിരി പാടായിരുന്നു. അമ്മ ഇതെങ്ങനെ ഒപ്പിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരും 2 ഷീറ്റ് പേപ്പർ ഇട്ട് വലുതായിട്ട് ഇഷ്ടം പോലെ പേപ്പർ ഇട്ട. അമ്മ പറയും എന്തിനാ വെറുതെ പേപ്പർ നശിപ്പിച്ച് കളയുന്നതെന്ന് പറഞ്ഞ്. ഇതിനകത്ത് അമ്മ നല്ല സൂപ്പറായിട്ട് പൊതിഞ്ഞെടുക്കും. ഞാൻ ഇച്ചിരി പാടുപെട്ട് എന്തായാലും പൊതിഞ്ഞ് എടുത്ത് കേട്ടോ. അതിനകത്തോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പൊതിഞ്ഞെടുത്തത്. ഈ പൊതിഞ്ഞെടുത്തതിന് ശേഷം ഇങ്ങനെ അമക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ ഇങ്ങനെ. അത് ഞാൻ വേറെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. നേരെ പൊതിഞ്ഞങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. അമ്മയാണെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും ചോറ് കേട്ടോ. എന്ന് വെച്ചാൽ അമ്മ പറയുന്നത് ആ ഇലയുടെ ചൂടൊക്കെ അതിനകത്ത് ഇങ്ങനെ അമങ്ങിയിരിക്കാനാണ്, അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ഞാനും അതുപോലൊക്കെ ഒന്ന് അമക്കി കൊടുക്കുക കേട്ടോ. ടേസ്റ്റ് ഇച്ചിരി കൂടുന്നെങ്കിൽ കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനായി. അപ്പോൾ ഞാൻ ചോറ് പൊതി കെട്ടിക്കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പൊതി കെട്ടാൻ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ണി ഇവിടുത്തെ സ്ഥലം വിട്ട് അപ്പുറത്ത് അപ്പൂപ്പക്കടയിൽ പോയി. അപ്പം ഞാൻ എന്തോ ചെയ്തു, ഉച്ചയായപ്പം ഈ പൊതിഞ്ഞ് കെട്ടി വെച്ച ചോറും എടുത്തുകൊണ്ട് നേരെ ഞാനും പോയി. എൻ്റെ പൊതിച്ചോറും എടുത്ത് ഉണ്ണിയുടെ പൊതിച്ചോറും എടുത്തുകൊണ്ട് അപ്പുറത്ത് പോയി. ഉണ്ണിയുടെ പൊതിച്ചോറ് തുറക്കും കേട്ടോ. ഈ പൊതിച്ചോറ് ഞാൻ തുറക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു 50 വട്ടം മണപ്പിച്ച് നോക്കും. ആ പൊതിച്ചോറിനൊരു മണം, എന്നാ മണമാണ് അത്. അത് തുറക്കുന്നതിന് മുമ്പ് ആ ഇലയോട് ഇങ്ങനെ മണപ്പിച്ച് നോക്കും. അപ്പോൾ ഉണ്ണിയെ ഞാനങ്ങനെ മണപ്പിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഉണ്ണി പറയും നല്ല മണം അമ്മേന്ന്. ഇതെൻ്റെ ചോറ് കേട്ടോ. ഞാൻ എല്ലാം തുറന്ന് വെച്ച് കത്തിരിക്കയൊക്കെ ഇരിപ്പുണ്ട്, അത് നിങ്ങൾ കാണാത്തതാണ്. എന്നിട്ട് ചമ്മന്തി, അമരയ്ക്ക തോരനും മാങ്ങയച്ചാറും എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇതിനകത്തൊരു മുട്ടയപ്പം കൂടി വേണമായിരുന്നു. പക്ഷേ ഞാൻ വെജിറ്റേറിയൻ ഇന്ന് മുട്ട ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയത് കൊണ്ടാണ് മുട്ട വെക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടങ്ങോട്ട് ഇളക്കി. ഇത് മാത്രം കഴിച്ചാലും എന്നാ ടേസ്റ്റാണ്, കത്തിരിക്കയൊക്കെ കൂടി. അപ്പോൾ ഇതെല്ലാം കൂടി ഇളക്കി കൂട്ടി കുഴച്ച് ഒരു പിടി പിടിക്കാൻ പോകും. ആദ്യം പിടി പിടിക്കുന്ന ഉണ്ണിയാട്ടോ. ഉണ്ണിയുടെ ചോറ് വാരി തിന്നിട്ട് ഉണ്ണി പറയും എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. ഉയ്യോ സൂപ്പറെന്ന് കേട്ടോ. ഞാനും തിന്ന് നോക്കുക കേട്ടോ. ഇങ്ങനെ ഇളക്കി ഞാനും ഒന്ന് തിന്ന് നോക്കി കേട്ടോ. എന്നാ ടേസ്റ്റാണെന്നറിയോ, സൂപ്പർ. വല്ലപ്പോഴൊക്കെ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴേ ഇങ്ങനെ ഉണ്ടാക്കി തിന്നണം. ഉണ്ണിയാണെങ്കിൽ എന്നും തിന്നുന്നതിനേക്കാൾ ഇരട്ടി ചോറ് തിന്നും ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.